എൻട്രൻസ് എക്സാം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻട്രൻസ് പ്രിപ്പറേഷനിൽ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആൾക്കാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എടാ, തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. സക്സസ്ഫുൾ ആവാൻ പോകുന്ന ഓരോ ആൾക്കാരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറാണ്. ഹായ്, പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കുട്ടികളുടെ ഒരു കൺസേൺ ആണ്, സാർ എൻട്രൻസ് എക്സാം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എൻട്രൻസിന് ഞാൻ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരു വർഷം കളയുന്നത്, എന്തിനാണ് നീ റിപ്പീറ്റ് ചെയ്യുന്നത്, നിനക്ക് വേറെ കോഴ്സിന് പോയിക്കൂടെ? ഇങ്ങനെ പല കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതായിട്ട് നിങ്ങൾ പല സമയത്തും ഒരു കൺസേൺ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ മറ്റുള്ളവർക്ക് എന്താണ് റോൾ? മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്? നിങ്ങൾ എന്തായാലും ഒരു പർട്ടിക്കുലർ ഏജിലെത്തിയ കുട്ടികളല്ലേ, നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ളവർക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള റോൾ? അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തായാലും എൻട്രൻസ് എക്സാമിനോട് അടുത്തെത്തിയിരിക്കുകയാണ്. ആ സമയത്തും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങളെ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഇടയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. ഹോസ്റ്റലിൽ നിന്നിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ലീവിന് വേണ്ടിയിട്ട് പോവുകയാണ്. ലീവിന് പോയി നിങ്ങൾ ബസ് ഇറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും. കാണുന്ന ആൾക്കാർ ചോദിക്കുന്നത്, മോനെ എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ മോളെ എവിടെ പോയിരുന്നു, എവിടെയാണ് നീ ഇപ്പോൾ എന്നൊക്കെ ഒരു ചോദ്യം വരും. അപ്പൊ നമ്മൾ പറയുന്നത്, ഞാൻ ഇങ്ങനെ എൻട്രൻസിന് വേണ്ടിയിട്ട് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്. ആണോ, എൻട്രൻസിനാണോ? ഈ വർഷം കിട്ടുമോ? ഇതാണ് അടുത്ത ചോദ്യം. ഈ വർഷം കിട്ടുമോ? നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലൊരു ആവലാതി വരും, ഈശ്വര, ഞാൻ എന്താണ് പഠിക്കുന്നുണ്ടോ, എന്താണ് ഈ ചേട്ടൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് ഇങ്ങനെ വരും. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ബേസിക്കലി ഒരു ഫംഗ്ഷന് പോവാണെന്ന് വിചാരിക്കും. അവിടെയും ഇതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. ചില ആൾക്കാർ റിപ്പീറ്റ് ചെയ്യുന്നു, ചില ആൾക്കാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദ അൾട്ടിമേറ്റ് എയിം ഈസ് യുവർ ഹാപ്പിനെസ്. നിങ്ങളുടെ ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്ക് ഡോക്ടർ ആവണോ, ഡോക്ടർ ആവുക. ചിലപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യണോ, ട്രൈ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ലൈഫ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. അത് മറ്റുള്ളവരുടെ സജഷൻസ് വെച്ചിട്ട് ഇല്ലാണ്ടാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഞാന് നിങ്ങളടുത്ത് ചെറിയൊരു ഉദാഹരണം വെച്ചിട്ട് ഈ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറ്റുമോ എന്ന് ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു മല ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇതാണ് മല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ എൻട്രൻസ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ജെഇക്ക് പഠിക്കുന്നവരായിരിക്കാം, നീറ്റിന് പഠിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ മലയ്ക്കൊരു ബേസ് ഉണ്ട് എന്ന് അങ്ങോട്ട് വിചാരിക്കുക. ഒരു ബേസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മലയിൽ നിങ്ങൾ കയറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ മലയെ ഞാൻ പല ലെവൽസ് ആയിട്ട് അങ്ങോട്ട് തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ലെവൽസ് ആയിട്ട് തിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന മലയുടെ ഇവിടെ ഇരിക്കുന്നതാണ് ഒരു NIT ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു NIT. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. കുറച്ചുകൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന IITs ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് അവിടെയാണ് നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിംസ്, അതേപോലെ തന്നെ നമ്മുടെ ജിപ്മർ, അതേപോലെ തന്നെ നമ്മുടെ AFMC എന്നൊക്കെ പറയുന്ന കോളേജസ് ഇരിക്കുകയാണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, AFMC എന്ന് പറയുന്ന കോളേജസ് ഒക്കെ ഇരിക്കുകയാണെന്ന് കൺസിഡർ ചെയ്യാം. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? ഈ മല കയറാമെന്ന് വിചാരിച്ചു. അപ്പോ നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഈ മലയുടെ താഴ്വാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, മോനെ നീ എവിടെ പോവാ, നീ എങ്ങോട്ടാ കയറണേ, നീ മുകളിലോട്ട് എത്തോ? ഇങ്ങനെ നിങ്ങളെങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ മല കയറുന്നതിന്റെ ഇടയിൽ ഇവരൊക്കെ തിരിഞ്ഞു നോക്കുകയാണ്. അല്ല, എന്താ ഈ ചേട്ടൻ എന്താ ചോദിച്ചേ? അയ്യോ, എനിക്ക് ഈ മല കയറാൻ പറ്റുമോ? ഞാൻ ഈ മല കയറണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ആള് ഈ മലയുടെ ചോട്ടിൽ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ റെഡ് കളറിലുള്ളത് നിങ്ങളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ മലയുടെ ചോട്ടിൽ പോയി നിൽക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഈ ചേട്ടൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ നിങ്ങൾ ഈ മല കയറാൻ മടിച്ചു നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾ ഒരിടത്തും എത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടത്തും എത്തില്ല. പക്ഷേ നിങ്ങൾ ഡിറ്റർമൈൻഡ് ആയിട്ട് വിചാരിക്കുകയാണ്, ശരി, ഈ മല ഒന്ന് കയറി നോക്കാം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിങ്ങൾ ഈ മല കയറി നിങ്ങൾ പകുതി വഴിയിലെത്തി എന്ന് വിചാരിക്കുക. നിങ്ങൾ ചിലപ്പോൾ എത്തി നിൽക്കുന്ന ഒരു NITയിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് കോളേജിലോ ആയിരിക്കും. കാരണം നിങ്ങൾ ശ്രമിച്ചു, നിങ്ങൾ ട്രൈ ചെയ്തു. ബാക്കിയുള്ളവർ എന്ത് പറയുന്നതോ ആയിക്കോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ അങ്ങ് നടന്നു പോയി. നിങ്ങൾ ആ മലയുടെ പകുതിയോളം എത്തി. അപ്പോൾ നിങ്ങൾ നല്ലൊരു കോളേജിലെത്തി.
എന്നിട്ടും നിങ്ങൾ ഈ ഇൻഫ്ലുവൻസ് എല്ലാം തരണം ചെയ്ത് വീണ്ടും നിങ്ങൾ കഷ്ടപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ മല കയറാൻ പോലും മനസ്സ് വയ്ക്കാതെ ഈ മലയുടെ താഴെ നിന്ന് ആ മല കയറുന്ന കുട്ടികളെ പിന്നോട്ട് വലിക്കുന്നവരാണോ വലുത്, അതോ ഈ മല കയറാൻ തീരുമാനിച്ച കുട്ടിയാണോ വലുത്? നിങ്ങൾ ഇതിൽ ആരാണ്? നിങ്ങൾ ഈ താഴെ നിന്നിട്ട് പിന്നോട്ട് വലിക്കുന്ന ആളാണോ, അതോ ഈ മല കയറാൻ തീരുമാനിച്ച ആളാണോ? എടാ, തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, പഠിക്കുക. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നും എന്നും ലോകത്ത് ഒരു ഒരു സിസ്റ്റത്തിനെ എപ്പോഴും എന്താണ് ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മുന്നിട്ട് നിന്നിട്ടുള്ളത്. ഇല്ല, ഇവരെല്ലാരും പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ മാത്രമേ നടക്കുള്ളൂ, ഞാൻ അവർ പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നില്ല. അൾട്ടിമേറ്റ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ലാസ്റ്റ് മിനിറ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും ഈ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ടാണ് ഞാൻ പല കുട്ടികളോടും പറയുന്നത് എന്താണ്, വീട്ടിൽ പോകരുത്, എന്താണ് നിങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നതിൽ കൂടുതലും ഹോസ്റ്റലിൽ എന്താണ് ചെലവഴിക്കുക. ഇത് എന്താ പറയാ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോഴൊക്കെ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടാവും, നമ്മളെ പിന്നോട്ട് വലിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിനെയൊക്കെ ഓവർകം ചെയ്തവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. സോ എൻട്രൻസ് പഠിക്കുന്ന സമയത്ത് ഇതെപ്പോഴും മൈൻഡിൽ വേണം. നിങ്ങൾക്ക് മുന്നോട്ട് ഓരോ പടി എടുത്തു വെക്കുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പാരന്റ്സും നിങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടാവും. അവര് നിങ്ങളുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ വിഷൻ വൈഡ് ആയതുകൊണ്ട് നിങ്ങൾ കാണുന്നത് ആ ദൂരെയുള്ള ആൾക്കാരെയാണ്. ആ ദൂരെയുള്ള ആൾക്കാർ പറയുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ വാല്യുവേറ്റ് എടുക്കുക. അച്ഛൻ പറയുന്നുണ്ടാവും, അമ്മ പറയുന്നുണ്ടാവും, കൂടുതൽ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും, പറ്റുമടാ, നിനക്ക് പഠിക്കാൻ പറ്റും, നീ കേറിക്കോ, നീ കേറി എത്താൻ പറ്റുന്നിടത്തൊക്കെ എത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ എന്താ സംഭവിക്കുക, നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്ത് ദൂരെ നിൽക്കുന്ന ആൾക്കാരാണ്. അയാൾ എന്ത് വിചാരിക്കും, അയാൾ എന്ത് പറയും, അയാള് പറയുന്നത് ശരിയായിരിക്കൂല, ഇങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കും. ഈച്ച് ആൻഡ് എവ്രി വൺ സക്സസ്ഫുൾ ആവാൻ പോകുന്ന ഓരോ ആൾക്കാരെയും പിന്നോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറാണിത്. ഇതിനെ പറ്റിയിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. എൻട്രൻസ് പ്രിപ്പറേഷനിൽ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോക്കസ് ഓൺ യുവർ പാത്ത്. നിങ്ങളുടെ പാത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ നടക്കുക, ഏത് മലയും കയറുക, കയറി എത്തുന്നിടത്ത് എത്തട്ടെ എന്നങ്ങോട്ട് വിചാരിക്കുക. കഷ്ടപ്പെട്ട് നിങ്ങൾ കയറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ദൈവം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുക. സോ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് ആൻഡ് ഗോ ഓൺ, അച്ചീവ് ദ സക്സസ്. താങ്ക് യു.